അല്ലാഹുവിന്റെ ഹബീബ് ഈ സഹാബിയെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നീ വിഷമിക്കണ്ട. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറണേ. വീട്ടിൽ കയറിയാൽ ഉടനെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണേ. അല്ലാഹു നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് വളരെയധികം വേദന പറയുകയാണ്, നബിയേ എൻ്റെ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് പറയുന്നു, നബിയേ എൻ്റെ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമാണ് നബിയേ, കയ്യിൽ കാശൊന്നുമില്ല നബിയേ, പരിഹാരം വേണം യാ റസൂലല്ലാഹ്. ഇവിടുന്ന് എല്ലാത്തിനും വലിയ പരിഹാരമാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഈ സഹാബിയെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നീ വിഷമിക്കണ്ട. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറണേ. വീട്ടിൽ കയറിയാൽ ഉടനെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണേ. അല്ലാഹു നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മഹാന്മാര് ഇതിന്റെ വിശകലനമായി കിതാബുകളിൽ പറയുന്നുണ്ട്. ആ സഹാബി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ദിവസം മുതൽ, ഈ ഒരു പ്രവർത്തനം ചെയ്തത് മുതൽ ആ സഹാബിയുടെ വീട്ടിൽ ഇന്ന് വരെ ഒരു ദാരിദ്ര്യവും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഏറ്റെടുത്തില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും പാരായണം ചെയ്യുക. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ബഖറ അല്ല കേട്ടോ. ബഖറ പാരായണം ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ മടിയുണ്ടാവും. വളരെ സിമ്പിളായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ്. സമയം നോക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തീർന്നു. സുബ്ഹാനല്ലാഹ്. ഇത് ഒരു പ്രാവശ്യം വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് ഈ സൂറത്തുൽ ഇഖ്ലാസ് അങ്ങ് പാരായണം ചെയ്താൽ പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീട്ടിൽ അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇന്ന് മുതൽ നമ്മളെ കുടുംബക്കാരെല്ലാവരും ചെയ്യൂലേ? അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.